ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അനി കളരിക്കൽ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഈ കടലിൽ ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈവ് ചെമ്മീനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, ചൂടൻ ചെമ്മീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേറെ ഇവിടെ ആൾക്കാർ ആരും തന്നെ ഒന്നും ഇല്ല കേട്ടോ. അവിടെ ഒരാൾ എൻ്റെ പുറകിൽ ഒരാൾ ഇന്ന് ഇടുന്നുണ്ട്. എൻ്റെ സ്റ്റിക്ക് കാണാം, ഇടയ്ക്കിടയ്ക്ക് കാസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്നത് ഇവിടുത്തെ ഈ കടൽ ഭിത്തിയുടെ നിർമ്മാണം എങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് ഇടാനുള്ള സൗകര്യമുണ്ടോ അതല്ല എന്നൊക്കെ ഒന്ന് കാണാൻ കൂടി ചെയ്യാം എന്നുള്ള എത്ര പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ മുമ്പ് വരുമ്പോഴൊക്കെ. അപ്പോൾ ആ വർക്ക് ഇടം വരെയായി. നമുക്കിനി ഇവിടെ ഇടാനുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ കുറിച്ചൊക്കെ അറിയാം, സൗകര്യം ഉണ്ടോ എന്നും കൂടി മനസ്സിലാക്കാന്നൊക്കെ കരുതിയാണ് വന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, ആ പഴയ കണ്ടീഷൻ തന്നെ, വലിയ വ്യത്യാസമൊന്നും പറ്റില്ല. അവിടെ പുലിമുട്ടിൻ്റെ പണിയാണ് നടക്കുന്നത്, പുറത്തേക്കുള്ള പുലിമുട്ടിൻ്റെ പണിയാണ്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇടാം. ഇവിടെയൊക്കെ ടെട്രാപ്പോഡ് നിരത്തി, ഇവിടെയൊക്കെ ടെട്രാപ്പോഡ് നിരത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, കയറിയൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതൊക്കെ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ഥിരം ഇടുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് സ്ഥിരം ഇടുന്നത്, അങ്ങോട്ടാണ് ഇടുന്നത്, അങ്ങോട്ടേക്കാണ് ഇടുന്നത് സ്ഥിരം. ആ സ്ഥലത്ത് തന്നെയാണ്, വേറെ സ്ഥലമൊന്നും മാറി നോക്കാനില്ല. കാര്യം വെച്ചല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇടുന്ന സ്ഥലം നമുക്കൊരു പരിചയം ഉള്ളതാണ്, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിനാണ് നമ്മളിവിടുന്ന് മാറിയേക്കത്. വെച്ചാൽ ഇവിടെ നിറയെ ഉടക്കാണല്ലോ, ഈ കല്ലും വലയൊക്കെ ഉണ്ട്. ചൂടൻ ചെമ്മീൻ അടിപ്പൻ ചെമ്മീൻ കിട്ടുന്നുണ്ട് കേട്ടതേ, നല്ല അമൂറിനൊക്കെ പറ്റിയ ചെമ്മീൻ ഇതുണ്ടോ, കിട്ടില്ല സാധനം. പലക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതെ നമ്മളിവിടെ ചെറിയ മീനൊക്കെ ഇട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ലൈവ് ബൈറ്റിൽ നോക്കും. ലൈവ് ബൈറ്റിലൊന്നും നടന്നില്ലെങ്കിൽ ചെറിയ മീനെ പിടിക്കാൻ നമുക്ക് ഈ തെള്ളിച്ചമീനാണ് ഏറ്റവും നല്ലത്, ചെറിയ മീനെ പിടിക്കാതെ. അപ്പോൾ തെള്ളിച്ചമീൻ വാങ്ങിച്ചില്ല, പകരം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെമ്മീൻ നമ്മൾ ചൂണ്ടയിട്ടിട്ട് ബാലൻസ് ഉള്ള ചെമ്മീനൊക്കെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ച് കഴിയും. അപ്പം അങ്ങനെ ആ ചെമ്മീൻ ബാലൻസ് ഉള്ള കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇല്ലേ എന്താ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ മുറിച്ചിടണമെങ്കിൽ, കുഞ്ഞ് മീന് വേണ്ടി, ചെറിയ മീനിന് വേണ്ടി മുറിച്ചിടണമെങ്കിൽ നമുക്ക് അതെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ചെമ്മീനും കൂടി കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നമുക്ക് വലിയ ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ഒരു കാര്യമായിട്ടുള്ള എന്തെങ്കിലും മീൻ കിട്ടിയാലോ എന്ന് എഴുതിയിട്ടാണ് ചൂണ്ടിലെടുത്തേക്കുന്നത്. ഓക്കെ, അതെ. ഇപ്പോൾ ചൂണ്ടയൊക്കെ നമ്മളിവിടെ നമ്മുടെ എന്താ ഇങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 അടി കണ്ടാ, 4 അടി ഇതിൽ ഇങ്ങനെ നിൽക്കുന്ന പറ്റത്. അപ്പോൾ ചെറിയൊരു വെയിറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്ലോട്ട് ഇട്ടിട്ട്. അപ്പോൾ നമുക്കിതിട്ട് നോക്കാം, ഇതൊന്ന് നടക്കണമെന്ന് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പണി തുടങ്ങട്ടെ. കാര്യം അധികം നിന്ന് സമയം കളയണ്ട, കാര്യം അധികം വെയിൽ കൊള്ളാൻ പറ്റില്ല. കാര്യം കുറച്ച് ദിവസമായിട്ട് അവിടെ നിന്ന് വെയിൽ കൊണ്ടേ ഭയങ്കര തലവേദന ഇതൊക്കെ ആയിട്ട് ഒരാഴ്ചയായിട്ട് പാലത്തിലേക്ക് പോയിട്ടില്ല. ഭയങ്കര കപക്കേടും അതൊക്കെ വന്നു, തലവേദന ഭയങ്കര തലവേദനയാണ്. അങ്ങനെ കാരണം ഒരാഴ്ച ലീവ് എടുത്തിരിക്കുകയാണ്, നമ്മൾ പാലത്തിൽ പോയിട്ടില്ല ഒരാഴ്ചയായിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഒരു ചേഞ്ചിന് വേണ്ടി ഇവിടെ വന്ന് നോക്കിയ. ഓക്കെ, അപ്പോൾ നാളെ മുതൽ തക്കമാണ്. അപ്പോൾ നാളെ മുതൽ പാലത്തിൽ ഞാൻ പോകും കേട്ടോ. ഇവിടെ നോക്കട്ടെ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നട്ടെ. ഈ ചെമ്മീൻ ചൂടടിച്ച് ചത്തുപോകരുത്. അപ്പോൾ അതിനൊരു കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നനഞ്ഞ ഇത് നമ്മൾ ഇതുകൊണ്ട് മൂടിയിടും. അങ്ങനെ മൂടിയിടും. അപ്പോൾ പെട്ടെന്ന് ചൂടടിക്കില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ജീവനോടെ നിന്നോളും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവനെ നമുക്ക് വാല് നാട് കയറ്റാം, ഓർക്കാം. അല്ല, തെറിച്ച് നിൽക്കട്ടെ, അതുകൊണ്ട് അടിയില്ല. ഇവനെ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇത് ഇറങ്ങി നിൽക്കാം. ഇവനെ അങ്ങോട്ട് യെസ്, അവിടെ നിൽക്കട്ടെ. എൻ്റെ പൊന്നെ, അടിച്ചിട്ട് പോയല്ല. അത് മീൻ അടിച്ചത്
എന്ത് സാധനം അടിച്ച് കേട്ട കിട്ടപ്പോ തന്നെ ഒറ്റ അടി അടിച്ചത്. അറിയില്ല, ശ്രദ്ധിച്ചില്ല. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണതല്ല, അങ്ങനെ അടിക്കുമെന്ന് പ്രതീക്ഷിക്കണ. വേറെ എന്താ ചെറുതാ അത്ര വലിയ. ഈ പരിപാടി നടന്നില്ലെങ്കിൽ മറ്റേ താത്തിട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മള് മേലിട്ട് പിടിക്കാനുള്ള പരിപാടി ചെയ്യണതാണ്. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് താത്തിക്കളയാം, താത്തിയിടാം. ഒരു ഓരോന്നാ ടെസ്റ്റ് ചെയ്യണമല്ലോ. മീനിൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇടക്കിടക്ക് മറിയുന്നുണ്ട് മീൻ. ഫൈറ്റ് കണ്ട അങ്ങനെ പോന്നു കേട്ടോ. പറ്റ അങ്ങനെ കേറി ഇത് മറിഞ്ഞേ അവിടെ ഒരു മറി പറഞ്ഞ ഞാൻ അടുത്ത് കിട്ടാ.